ഹലോ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ പാലപ്പം തയ്യാറാക്കാനായിട്ട് തേങ്ങയൊന്നും വേണ്ട, തേങ്ങ വെള്ളം വേണ്ട, ചോറ് വേണ്ട, അതുപോലെ കപ്പി കാച്ചൊന്നും വേണ്ട. അപ്പോൾ പിന്നെ വളരെ എളുപ്പമല്ലേ. ഈ അപ്പം നല്ല പൂവ് പോലെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ ഈ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകിയതിന് ശേഷം ഇത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 4 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ വേണ്ടത് അവിലാണ്. ഇതൊരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നേരത്തെ കുതിർക്കേണ്ട കാര്യമൊന്നുമില്ല. അരയ്ക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് കുതിർത്തെടുത്താൽ മതി. 4 മണിക്കൂറിന് ശേഷം ഇത് അരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അവിലും കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി അരി ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. 2 ട്രിപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് പകുതി അരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുതിർത്ത് വെച്ച പകുതി അവിലും കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് അരച്ചെടുക്കാനായിട്ട് എടുക്കുന്നത്. ഇത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ മാവ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വല്ലാതെ കട്ടിയുമല്ല, എന്നാലോട്ട് വല്ലാതെ ലൂസുമല്ല. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ബാക്കി പകുതി കൂടി അരച്ചെടുക്കാം. അരി ഫുള്ളും ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള അവിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്താം കേട്ടോ. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാരയും ചേർത്തിട്ട് 5 മിനിറ്റ് കുതിർത്തതിന് ശേഷം ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യത്തേതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ അരച്ച് വെച്ചുള്ള മാവിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഈ രീതിയിൽ പാലപ്പം തയ്യാറാക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഇത് 6 മണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതുപോലെ കുറച്ച് മാവ് നമ്മൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം അപ്പം ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റ് ചേർക്കണ്ട, പകരം ഈ മാവ് ചേർത്താൽ മതി. ഇതൊരു ടിപ്പാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമുക്കിനി അപ്പം ചുടാം. അതിനായിട്ട് സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഒരു അപ്പച്ചട്ടി അടുപ്പിലോട്ട് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അപ്പം ചുട്ടെടുക്കാൻ. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഹോൾസ് വന്നതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്ത അപ്പം ചൂടാം. മാവ് ഒഴിച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം. അരികെ ലേസ് പോലെയുള്ള അപ്പം വേണമെങ്കിൽ കുറച്ച് സമയം കൂടുതൽ വെച്ചാൽ മതി. അരികൊക്കെ നല്ല ലേസ് പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ളത്. ഈ അപ്പം നല്ല സോഫ്റ്റുമാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. തേങ്ങ വേണ്ട, തേങ്ങ വെള്ളം വേണ്ട, കപ്പി കാച്ചണ്ട, ചോറ് ചേർക്കണ്ട. അപ്പോൾ എളുപ്പമല്ലേ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.